ഹലോ. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഓരോ ആപ്പിന് പിന്നിലും ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്, ഒരു രൂപരേഖ. അത് ആ ആപ്പിലെ ഡേറ്റ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. ഇന്ന് നമ്മൾ ആ രൂപരേഖകളുടെ പരിണാമത്തിന്റെ ഒരു കഥയാണ് കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ ചിലപ്പോൾ ഫേസ്ബുക്ക് ആവാം, അല്ലെങ്കിൽ ആമസോൺ ആവാം, ഒരേ സമയം ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുമ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്? ഇതിന്റെ എല്ലാം പിന്നിലെ രഹസ്യം ഒന്നേയുള്ളൂ: ഡേറ്റാബേസ്. ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ കോഡ് എഴുതി തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്ലാൻ വേണം. അതിലെ വിവരങ്ങൾ, അതായത് ഡേറ്റ, എവിടെ എങ്ങനെ സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ പ്ലാൻ. അതാണ് ഈ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ഒരു ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കെട്ടിടം പണിയുന്നതിന് മുൻപുള്ള ഒരു ആർക്കിടെക്റ്റിന്റെ ബ്ലൂ പ്രിന്റ് പോലെ തന്നെയാണ്. വിവരങ്ങളെ കൃത്യമായി ചിട്ടപ്പെടുത്തുക, അതുതന്നെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതൊന്നും വെറുതെ അങ്ങ് സംഭവിക്കുന്നതല്ല കേട്ടോ. ഒരു നല്ല ഡേറ്റാബേസ് ഡിസൈൻ ചെയ്യുന്നതിന് കൃത്യമായ സ്റ്റെപ്പുകളുണ്ട്. ഓരോ ഘട്ടവും ആ ആപ്പിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ അത്യാവശ്യമാണ്. ശരി, അപ്പോൾ നമ്മുടെ കഥയിലെ ആദ്യത്തെ ഹീറോയിലേക്ക് കടക്കാം. വളരെ ചിട്ടയോടുകൂടിയ റിലേഷണൽ ഡാറ്റാബേസുകളുടെ ലോകം. ഇതിനെയാണ് നമ്മൾ സാധാരണയായി SQL എന്ന് വിളിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. ഒരു വശത്ത് ചിതറിക്കിടക്കുന്ന ഒരുപാട് വിവരങ്ങൾ, മറുവശത്ത് വൃത്തിയായി വരിയും നിരയുമൊക്കെയായി അടുക്കിവച്ചിരിക്കുന്ന ടേബിളുകൾ. ഈയൊരു മാറ്റമാണ് SQL കൊണ്ടുവന്നത്. എല്ലാത്തിനും ഒരു കൃത്യമായ സ്ഥാനവും ചിട്ടയും. ഓരോ ഡാറ്റയ്ക്കും അതിൻ്റേതായ ഒരിടം, എല്ലാം കൃത്യമായ നിയമങ്ങൾ പാലിച്ച് അതിൻ്റെ സ്ഥാനത്ത്. ഇതാണ് SQLന്റെ പ്രധാന തത്വം. അതുകൊണ്ടുതന്നെയാണ് ഒരു ചെറിയ പിഴവ് പോലും സഹിക്കാൻ പറ്റാത്ത ബാങ്കിംഗ് പോലുള്ള സിസ്റ്റങ്ങളിൽ SQL ഇപ്പോഴും ഒരു രാജാവായിട്ട് തുടരുന്നത്. ഡേറ്റ എപ്പോഴും വിശ്വസനീയമാണെന്ന് ഉറപ്പുതരാൻ SQL ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. അതാണ് ACID. ഉദാഹരണത്തിന്, ഒരു ബാങ്ക് ട്രാൻസ്ഫർ എടുക്കാം. പണം ഒരു അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞാൽ ഉറപ്പായും മറ്റേ അക്കൗണ്ടിൽ അത് കൂടിയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടന്നില്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ മുഴുവനായും റദ്ദാവും. അതാണ് അറ്റോമിസിറ്റി. അതുപോലെ ഡേറ്റ എപ്പോഴും നിയമങ്ങൾ പാലിക്കണം, അതായത് കൺസിസ്റ്റൻസി. ഇടപാടുകൾ പരസ്പരം കുഴപ്പങ്ങളുണ്ടാക്കരുത്, അതാണ് ഐസൊലേഷൻ. പിന്നെ ഒരിക്കൽ സേവ് ചെയ്ത ഡേറ്റ ഒരിക്കലും നഷ്ടപ്പെടരുത്, അതാണ് ഡ്യൂറബിലിറ്റി. അങ്ങനെയിരിക്കുമ്പോഴാണ് നമ്മുടെ കഥയിൽ ഒരു വലിയ വഴിതിരിവ് വരുന്നത്: ഇന്റർനെറ്റിന്റെ വരവ്. അതോടെ ഡാറ്റ സൂക്ഷിക്കുന്നതിൽ പുതിയ ഒരുപാട് വെല്ലുവിളികൾ വന്നു. പതിറ്റാണ്ടുകളോളം SQL ആയിരുന്നു ഡേറ്റാബേസ് ലോകത്തെ അടക്കി ഭരിച്ചിരുന്നത്. പക്ഷേ 2000-ങ്ങളായപ്പോഴേക്കും ഇന്റർനെറ്റ് എല്ലാം മാറ്റിമറിച്ചു. അതോടെ ഒരു പുതിയ ചിന്താരീതിക്ക് തുടക്കമായി. ഇന്റർനെറ്റ് വന്നതോടെ ഒരു ഡേറ്റാ വിസ്ഫോടനം തന്നെയാണുണ്ടായത്. ഓരോ ദിവസവും നമ്മളുണ്ടാക്കുന്ന ഡേറ്റ എത്രയാണെന്നറിയുമോ? ഏകദേശം 2.5 ക്വിന്റില്യൺ ബൈറ്റ്സ്. കോടിക്കണക്കിന് ഫോട്ടോകൾ, വീഡിയോകൾ, മെസ്സേജുകൾ. ഡേറ്റയുടെ അളവ്, അതിന്റെ വൈവിധ്യം, അതുവരുന്ന വേഗത എല്ലാം 10 മടങ്ങ് വർദ്ധിച്ചു. ഈ ചാർട്ട് നോക്കിയാൽ മതി. സോഷ്യൽ മീഡിയയും സ്മാർട്ട് ഫോണുകളും വന്നതോടെ ഡാറ്റയുടെ വളർച്ച ഒരു പ്രളയം പോലെയായി. പണ്ടത്തെ കർശനമായ നിയമങ്ങളുള്ള SQL മോഡലുകൾക്ക് ഈയൊരു കുത്തൊഴുക്കിനെ നേരിടാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മുടെ കഥയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പരിഹാരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു: NoSQL. ഇതൊരു ഒറ്റ ഡേറ്റാബേസ് അല്ല, മറിച്ച് വേഗതയ്ക്കും വലിയ അളവിലുള്ള ഡേറ്റ കൈകാര്യം ചെയ്യാനും വേണ്ടിയുണ്ടാക്കിയ പുതിയ കുറേ ആശയങ്ങളുടെ ഒരു കൂട്ടമാണ്. ആധുനിക ഡാറ്റാബേസുകൾക്ക് ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിനെയാണ് ക്യാപ് സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത്, നിങ്ങൾക്ക് ഒരേ സമയം 3 കാര്യങ്ങളും ഉറപ്പു നൽകാൻ പറ്റില്ല. ഒന്നാമത്തേത്, ഡേറ്റ എപ്പോഴും കൃത്യമായിരിക്കണം, കൺസിസ്റ്റൻസി. രണ്ടാമത്തേത്, സിസ്റ്റം എപ്പോഴും ലഭ്യമായിരിക്കണം, അവൈലബിലിറ്റി. മൂന്നാമത്തേത്, നെറ്റ്വർക്കിൽ തകരാറുണ്ടായാലും സിസ്റ്റം പ്രവർത്തിക്കണം, പാർട്ടിഷൻ ടോളറൻസ്. ഇവയിൽ ഏതെങ്കിലും 2 തിരഞ്ഞെടുക്കാൻ പറ്റൂ. NoSQL പലപ്പോഴും അവൈലബിലിറ്റിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അപ്പോൾ ഇതാണ് ആ പ്രധാന വ്യത്യാസം. SQL എപ്പോഴും 100% കൃത്യതയ്ക്ക്, അതായത് ആസിഡിന് മുൻഗണന കൊടുക്കുന്നു. എന്നാൽ NoSQL പറയുന്നത് സിസ്റ്റം എപ്പോഴും ഓണായിരിക്കണം, അതായത് ബേസിന് പ്രാധാന്യം കൊടുക്കാമെന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സോഷ്യൽ മീഡിയയിലെ ലൈക്ക് അപ്ഡേറ്റ് ആകാൻ 1 സെക്കൻഡ് വൈകിയാലും പ്രശ്നമില്ല. പക്ഷേ ആ വെബ്സൈറ്റ് ഒരിക്കലും ഡൗൺ ആകാൻ പാടില്ല, അല്ലേ? NoSQLിലെ വളരെ പോപ്പുലറായ ഒന്നാണ് ഡോക്യുമെന്റ് ഡേറ്റാബേസ്. ഇതിനെ ഒരു ഡിജിറ്റൽ ഫയലിംഗ് ക്യാബിനറ്റ് പോലെ സങ്കല്പിക്കാം. ഓരോ യൂസറുടെയും പ്രൊഫൈൽ വിവരങ്ങൾ ഒരുമിച്ചൊരു ഫോൾഡറിൽ എന്ന പോലെ സൂക്ഷിക്കുന്നു. പുതിയ വിവരങ്ങൾ ചേർക്കാൻ വലിയ നിയമങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ഇത് വളരെ ഫ്ലെക്സിബിളാണ്. വേറൊരു തരം NoSQL ഡേറ്റാബേസാണ് ഗ്രാഫ്. ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ആലോചിച്ചു നോക്കും. നിങ്ങൾ ആരുടെ ഫ്രണ്ടാണ്, നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്സ് ആരാണ് എന്നൊക്കെയുള്ള ബന്ധങ്ങൾ കണ്ടെത്താനാണിത് ഉപയോഗിക്കുന്നത്. ഇവിടെ ഡേറ്റയേക്കാൾ കൂടുതൽ പ്രാധാന്യം അവ തമ്മിലുള്ള ബന്ധങ്ങൾക്കാണ്. അപ്പോൾ SQL ആണോ NoSQL ആണോ ഏറ്റവും നല്ലത്? സത്യം പറഞ്ഞാൽ ഈ കഥയുടെ അവസാനം
നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു യുദ്ധമേ അല്ല എന്നാണ്. ഓരോ പ്രത്യേക ജോലിക്കും അതിനു പറ്റിയ ഏറ്റവും നല്ല ഉപകരണം തിരഞ്ഞെടുക്കുക എന്നതാണ് കാര്യം. ഇതാണ് ഇന്നത്തെ ലോകത്തെ പ്രധാനപ്പെട്ട ആശയം, പോളിഗ്ലോട്ട് പെർസിസ്റ്റൻസ്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ആപ്പുകൾക്ക് പിന്നിൽ ചിലപ്പോൾ പലതരം ഡേറ്റാബേസുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടാവാം. ഓരോന്നും അതിന് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്യുന്നു, ഒരു ടീം വർക്ക് പോലെ. ഈ ടേബിൾ നോക്കിയാൽ പ്രധാന വ്യത്യാസങ്ങൾ ഒറ്റയടിക്ക് മനസ്സിലാക്കാം. പണമിടപാടുകൾ പോലുള്ള കാര്യങ്ങൾക്ക് SQL ആണ് ഏറ്റവും നല്ലത്. അതേസമയം ബ്ലോഗുകൾ പോലുള്ളവയ്ക്ക് ഡോക്യുമെന്റ് ഡാറ്റാബേസുകളും സോഷ്യൽ നെറ്റ്വർക്കുകൾക്ക് ഗ്രാഫ് ഡാറ്റാബേസുകളുമാണ് കൂടുതൽ യോജിച്ചത്. അപ്പോൾ ഇനി നിങ്ങളൊരു ആപ്പ് തുറക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അതിന്റെ ഡേറ്റയുടെ ബ്ലൂ-പ്രിന്റ് എങ്ങനെയായിരിക്കും? ഒരു ബാങ്കിംഗ് ആപ്പിന്റെ ബ്ലൂ-പ്രിന്റ് ഒരു സോഷ്യൽ മീഡിയ ആപ്പിന്റേതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമായിരിക്കും, അല്ലേ? ഈ ഒരു അറിവ് ടെക്നോളജിയെ പുതിയൊരു രീതിയിൽ കാണാൻ നിങ്ങളെ സഹായിക്കും.